ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ടു ആൾ. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്ക് ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡ് വേരിയബിൾസ് മോഡൽ. നമ്മൾ ഈ ഡമ്മി വേരിയബിൾ റിഗ്രഷൻ മോഡൽസ് നമ്മൾ പഠിച്ചു അല്ലേ. അവിടെ നമ്മൾക്കറിയാം ഇൻഡിപെൻഡ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡ് വേരിയബിൾസ് ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ റിഗ്രഷൻ റൺ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വേരിയബിൾ മാറ്റാം, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് എസ്റ്റിമേഷൻ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് റിലീജിയൻ, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, ജെൻഡർ, കാസ്റ്റ്, ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് വേരിയബിളാണ്. കളർ. അപ്പോൾ ഓൾ ദീസ് വേരിയബിൾസ് ആർ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ഈ വേരിയബിൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു വേരിയബിളായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വാട്ട് വിൽ ഡു, വി കൺവേർട്ട് ദിസ് വേരിയബിൾസ് into dummy variable അല്ലേ, ബൈ അസൈനിങ് വാല്യൂ 0 and 1. 0, 1 കൊടുത്തിട്ട് നമ്മൾ ഡമ്മി വേരിയബിളായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക അല്ലേ. അങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് നമ്മൾ റിഗ്രഷൻ മോഡലിൽ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഒരു റിഗ്രഷൻ മോഡലിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഫോർ ഇൻസ്റ്റൻസ് അവർ സാലറി അല്ലെങ്കിൽ കൺസംഷൻ. അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എല്ലാം ഡമ്മി ആണെങ്കിൽ, എല്ലാം ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണെങ്കിൽ, അപ്പോൾ അതിനെ പറയുന്ന പേരാണ് അനോവ മോഡൽ റിഗ്രഷൻ. ഇപ്പോൾ ഇഫ് ദർ ഈസ് എനി റിഗ്രഷൻ മോഡൽ ഇൻ വിച്ച് ഡിപ്പെൻഡ് വേരിയബിൾ ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ, രണ്ടും മിക്സഡ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എങ്കിൽ അതിനെ പറയുന്ന അൻഗോവ മോഡൽ. അങ്ങനെ നമ്മൾ പലതും നമ്മൾ പഠിച്ചു. ഓൾ ദീസ് കേസസ് ആർ അബൌട്ട് ഡിസ്കഷൻ ഓൺ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. നൗ ദ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൺ വെൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് ക്വാളിറ്റേറ്റീവ്? നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ വേജ് ഈസ് എ ഫങ്ഷൻ ഓഫ് മെനി വേരിയബിൾ, കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് മെനി വേരിയബിൾ, ഇൻകം എക്സെട്ര. ഇതാണ് നമ്മൾ ഇതുവരെ പഠിക്കും. ഇപ്പോൾ നമ്മൾ അതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ, കൺസംഷനും വേജൊക്കെ ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഇനിയും ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ചില വേരിയബിൾ ഉണ്ട് അതെന്താണ് ക്വാളിറ്റേറ്റീവ് ആണ്, അതിനെ ഒരുപാട് ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്. ഫോർ ഇൻസ്റ്റാൻസ്, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ഈസ് എ ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ അസ്യൂം ചെയ്യണം. എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ഈസ് എ ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഇവിടെ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അല്ല, എംപ്ലോയിഡ്, അൺഎംപ്ലോയിഡ്, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ്, വേജ് എംപ്ലോയിഡ്, ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടും. ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ്, വെൻ അവർ ഡിപ്പെൻഡ് വേരിയബിൾ ഈസ് ക്വാളിറ്റേറ്റീവ് ഓർ ഡമ്മി വേരിയബിൾ, ഓക്കെ, വാട്ട് വിൽ ഡു, അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനത്തെ മോഡൽസിനെ പറയുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മോഡൽ, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽ എന്നൊക്കെ പറയും. ഇവിടെ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽസ് ആർ ദ മോഡൽ വേർ ഡിപ്പെൻഡ് വേരിയബിൾ ഈസ് ഡമ്മി വേരിയബിൾ ഓർ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, employment status of the individual is a function of education ഓക്കെ, എഡ്യൂക്കേഷൻ എടുക്കുകയാണ്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ല്, രണ്ട് വേരിയബിൾ എടുക്കാം. അപ്പോൾ ഞാൻ പറയാം, എംപ്ലോയ്മെൻറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ല്. ഇതാണ്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എന്താണ് നമുക്കറിയാം, ക്വാളിറ്റേറ്റീവ് വേരിയബിളാണ് അല്ലേ, ക്വാളിറ്റേറ്റീവ് വേരിയബിളാണ് അല്ലേ. ഇത് എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും. അപ്പം എഡ്യൂക്കേഷൻ ഫോർ ഇൻസ്റ്റാൻസ് ഇൻ ഇയേഴ്സ് ആണ്. ഇവിടെ ഇതിൽ പ്രസക്തി ഇല്ല. സ്കില്ലുണ്ടോ, യെസ് ഓർ നോ. ഓക്കെ, ഡമ്മി വെച്ചിട്ട് നമുക്ക് 1ഉം 0 കൊടുത്തുണ്ടാക്കാം. എഡ്യൂക്കേഷൻ ഇൻ ഇയേഴ്സ് ആണ്, അപ്പോൾ അത് സ്കെയിൽ വേരിയബിളാണ്, അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ വേരിയബിളാണ്. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് പറഞ്ഞിരുന്നു. ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇയേഴ്സ് ആൻഡ് സ്കിൽ. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വി കനോട്ട് എസ്റ്റിമേറ്റ് ഓർഡിനറി ലീനിയർ റിഗ്രഷൻ മോഡൽ, നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ മോഡൽസിനെ പറയുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡ് വേരിയബിൾ മോഡൽ. അപ്പോൾ എന്താണ് ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡ് വേരിയബിൾ, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽ എന്ന് പറയും. ഓക്കെ, ഞാൻ എഴുതുന്നില്ല, ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽ എന്ന് പറയും. അപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റിഗ്രഷൻ മോഡലിനെ പറയുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ഡിപ്പെൻഡ് വേരിയബിൾ മോഡൽ. ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽ ഉണ്ട്. അപ്പോൾ 3 പ്രധാനപ്പെട്ട
ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡലാണുള്ളത്. ഒന്ന് അതിൽ ഫസ്റ്റ് ലീനിയർ പ്രോബബിലിറ്റി മോഡൽ. ലീനിയർ പ്രോബബിലിറ്റി മോഡൽ ബ്രാക്കറ്റിൽ LPM. ഓക്കെ. സെക്കൻഡ് ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത് പിന്നെ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ, അല്ലെങ്കിൽ ആദ്യം രണ്ട് പ്രൊബിറ്റ് മോഡൽ. പ്രൊബിറ്റ് മോഡൽ. തേർഡ് ലോജിറ്റ് മോഡൽ. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ ഒരു റിസർച്ചർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് പ്രധാനപ്പെട്ട മോഡൽസാണ്. ഒന്ന് ലീനിയർ പ്രോബബിലിറ്റി മോഡൽ, രണ്ട് പ്രൊബിറ്റ് മോഡൽ, ലോജിറ്റ് മോഡൽ. ഓക്കെ. ഇവിടെ നമുക്കറിയാം, ഇവിടെ ആക്ച്വലി നോക്കുന്നത് മൂന്ന് മോഡൽ നോക്കുന്നത് നമുക്കറിയാം. നമ്മൾ സംസാരിച്ചത് ലീനിയർ റിഗ്രഷൻ മോഡൽ ഇതുവരെ സംസാരിച്ചത് നമ്മൾ കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. ₹1 ഇൻകം വർദ്ധിക്കുമ്പോൾ ഓൺ ആവറേജ് കൺസംഷനിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്, അല്ലേ? ഇവിടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഓൾ ദി 3 മോഡൽസ് ഹിയർ ഹൗ വി ആർ പ്രഡിക്റ്റിംഗ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ₹1 ഇൻക്രീസ് ചെയ്യുമ്പോൾ ആവറേജ് കൺസംഷനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള രൂപത്തിലല്ല. ഇവിടെ നമ്മൾ വി ആർ പ്രഡിക്റ്റിംഗ് ദ പ്രോബബിലിറ്റി. ഓക്കെ. ഈ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ആണ്. അതിൻ്റെ 2 വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് എംപ്ലോയിഡും മറ്റേത് അൺഎംപ്ലോയിഡും. ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നിന് കൊടുത്തു 1 നമുക്ക് ഡമ്മി ആയിട്ട് മാറ്റണം. 1 ഈസ് ഈക്വൽ ടു എംപ്ലോയിഡ്, 0 ഈസ് ഈക്വൽ ടു അൺഎംപ്ലോയിഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷൻ ഏതാണ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷനിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ് എന്താണെന്നാണ് നമ്മളിവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റർപ്രട്ടേഷൻ ഈസ് എങ്ങനെയാണ്, വാട്ട് ഈസ് എ പ്രോബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ് ഇഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇൻക്രീസ്ഡ് ബൈ 1 year. ദാറ്റ് ഈസ് ദ ഇൻ്റർപ്രട്ടേഷൻ ഹിയർ. ഓക്കെ. മുമ്പ് പറഞ്ഞത് how income of the consumer when income of the consumer increases, what will happen in our average consumption of individuals. അതാണ് പറയുന്നത്, അല്ലേ? ഇവിടെ പറയുന്നത് എന്താണ്, വി ആർ ആക്ച്വലി പ്രിഡിക്റ്റിംഗ് ദ പ്രോബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബീയിങ് പ്രസൻസ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് പ്രസൻസ്. ഓക്കെ. അതാണ് സംസാരിക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ദ പ്രോബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ്. പ്രസൻസ് അവിടെ എന്താണ്, എംപ്ലോയിഡ് ആണ്. അപ്പം ആബ്സെൻസ് 0 ആണ്. അപ്പം 1 നമ്മൾ പറയുക പ്രോബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ദ പ്രോബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ വാട്ട് വിൽ ഹാപ്പൻ, അനദർ വേരിയബിൾ സ്കില്ലാണ്, വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ആസ് എ റിസൾട്ട് ഓഫ് സ്കില്ലിൽ മാറ്റം ഉണ്ടാകുമ്പോൾ, സ്കില്ലുള്ള ആളുകളുടെ ഇടയിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ്. എഡ്യൂക്കേഷൻ മാറുന്നതിനനുസരിച്ച് പ്രോബിലിറ്റി എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ സാധ്യത എന്താണെന്നുള്ളത്. ഓക്കെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദീസ് 3 മോഡൽസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ആസ് പ്രോബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ്, what will happen the probability of being employed as a result of a unique change in education and changes in the variable skill. ഓക്കെ. അല്ലെങ്കിൽ മറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന മോഡലിനെ പറയുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് റിഗ്രഷൻ മോഡൽ. ഓക്കെ. ഇവിടെ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് റിഗ്രഷൻ മോഡൽ ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് മോഡൽ: ലീനിയർ പ്രോബബിലിറ്റി മോഡൽ, പ്രൊബിറ്റ് മോഡൽ, ലോജിറ്റ് മോഡൽ. ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ 3 ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, പ്രോബിലിറ്റി ഓഫ് ബീയിങ് പ്രസൻസ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ് ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഇൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഓക്കെ. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സപ്പോസ് ദ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് മോഡൽ ക്യാൻ ബി റൈറ്റ് ആസ് y is equal to alpha plus beta xi plus ui. നമ്മൾ ആദ്യം പറയുന്നത് റിഗ്രഷൻ മോഡൽ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ y എന്ന് പറയുന്നത്
വൈ ഐ ഈസ് ഈക്വൽ ടു എന്താണ്, പ്രോബബിലിറ്റിയാണ്. അപ്പോൾ അതിന് വാല്യൂ 1 കൊടുക്കുന്നു. 1 എന്ന് പറയുന്നത് എന്താണ്, 1 ഈസ് ഈക്വൽ ടു എംപ്ലോയിഡ്. ഓക്കെ, 0 ഈസ് ഈക്വൽ ടു അൺഎംപ്ലോയിഡ്. ഇഫ് അവർ എക്സാമ്പിൾ ഈസ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ എക്സ് ഐ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എക്സ് ഐ ഈസ് ഈക്വൽ ടു എന്താണ്, നോൺ സ്റ്റോക്കാസ്റ്റിക് അല്ലെങ്കിൽ അതാണ് നോൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. എക്സ് ഐ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സ് ഐ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓർ വേരിയബിൾസ് എന്തും പറയാം. സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ വേരിയബിൾ എന്ന് പറയുന്നു, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ യു ഐ എന്ന് പറയുന്നതാണ്, യു ഐ ഇസ് ഈക്വൽ ടു സ്റ്റൊക്കാസ്റ്റിക് എറർ ടേം. സ്റ്റൊക്കാസ്റ്റിക് എറർ ടേം ആണ് അല്ലേ. യു ഐ ഇസ് ഈക്വൽ ടു സ്റ്റൊക്കാസ്റ്റിക് എറർ ടേം. ഓക്കെ, നൗ ദ മീൻ വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്, മീൻ വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസ് ഈക്വൽ ടു മീൻ വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ്, നമുക്കിങ്ങനെ എഴുതാം. യു ക്യാൻ റൈറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഐ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് ഐ പ്ലസ് യു ഐ which is equal to alpha plus beta xi. Okay, and simply you can expectation of y is equal to alpha plus ഇത് എഴുതിയാലും മതി. ഓക്കെ, ദിസ് ഐ എം ഗിവിംഗ് ഇക്വേഷൻ 2. ഇതാണ് മീൻ വാല്യൂ ഇത് എഴുതുന്നത്. ഇതാണ് ദിസ് മീൻ വാല്യൂ ഓഫ് പിന്നെ ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ലീനിയർ പ്രോബബിലിറ്റി മോഡൽ. ഓക്കെ, ഏതിലും നിങ്ങൾക്ക് മീൻ വാല്യൂ യു ക്യാൻ റൈറ്റ് ദിസ്. ഇനി നമുക്കറിയാം, സിൻസ് നമ്മുടെ വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടല്ലോ, സിൻസ് നമ്മൾ വൈ ഐ എന്ന് പറയുന്നത് വൈ ഐ ഈസ് നമുക്കറിയാം ഈസ് ഐദർ എന്താണ്, ഈസ് ഐദർ 1 or 0, എംപ്ലോയിഡ് അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആണ് അല്ലേ നമ്മൾ. അപ്പം ദാറ്റ് മീൻ വി ഡിസ്ക്രൈബ് ദ പ്രോബബിലിറ്റി ഓഫ് വൈ ആണ് ഞങ്ങളോട് പറഞ്ഞത്. പ്രോബബിലിറ്റി ഓഫ് വൈ ആണ്. ഓക്കെ, ദാറ്റ് മീൻ ലെറ്റിംഗ് പി ഐ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ സാധനം, പ്രോബബിലിറ്റി ഓഫ് വെൻ വൈ ഐ ഇസ് ഈക്വൽ ടു 1. വൈ ഐ 1 ആവാനുള്ള സാധ്യതയാണ് നമ്മളിതിൽ പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി നമുക്ക് 1 ആണ്. അപ്പം 1 മൈനസ് പി ഐ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എന്താണ്, വെൻ വൈ ഐ ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. നമുക്കറിയാം പ്രോബബിലിറ്റി വാല്യൂ പ്രസൻസിൻ്റെ ബാക്കിയാണ് എന്ത്, ആബ്സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി 1 ആണ്. ഒരു ഫുൾ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് y1 ഇസ് ഈക്വൽ ടു എംപ്ലോയിഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ അൺഎംപ്ലോയിഡിൻ്റെ പ്രോബബിലിറ്റി എന്ന് 1 മൈനസ് പി ആണ്. പി ഐ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു 0ൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് പി ഐ. ഓക്കെ, അപ്പോൾ therefore you can write mean value as expectation of yi is equal to pi 1, probability of 1 plus 1 minus pi which is equal to pi. Okay, very easy. Okay, അപ്പോൾ ഇത് ഇതാണ്, ദിസ് ഈസ് അബൌട്ട് ദ മീൻ വാല്യൂ ഓഫ് പിന്നെ ലീനിയർ പ്രോബബിലിറ്റി മോഡൽ. ഇനി ഇതിന് നമുക്കറിയാം ഇക്വേഷൻ 1 മീൻ വാല്യൂ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ലീനിയർ പ്രോബബിലിറ്റി മോഡലാണെങ്കിൽ ലോജിറ്റ് ആണെങ്കിൽ പ്രോബിറ്റ് ആണെങ്കിൽ ഇക്വേഷൻ ഇതാണ്. ഇതിൽ ബീറ്റ എന്താണ്, ബീറ്റ നമുക്കറിയാം. അത് മോഡൽ 1 ബീറ്റ ഇസ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ആണ് അല്ലേ. ആൽഫ എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് ആണ്. ആ കോയിഫിഷ്യൻ്റ്, വാട്ട് ഈസ് ദ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം എത്രത്തോളം പ്രോബബിലിറ്റി ഓഫ് ബീങ് എംപ്ലോയിഡ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന പ്രോബബിലിറ്റിയിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് കാണിക്കുന്നു. സ്ലോപ്പ് കോയിഫിഷ്യൻ്റ് മുമ്പ് MPC പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിക്കുള്ള സാധ്യത കാണിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഇമ്പാക്റ്റ് ആണ് അത് കാണിക്കുന്നത്, ബീറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി
എന്താണ് ലീനിയർ പ്രോബബിലിറ്റി മോഡൽ, അല്ലെങ്കിൽ ഇതിലെ ഫസ്റ്റ് മോഡൽ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് റിഗ്രഷൻ മോഡലിലുള്ള ഫസ്റ്റ് മോഡൽ ലീനിയർ പ്രോബബിലിറ്റി മോഡലാണ് ഇപ്പോൾ പറയുന്നത്. ഇത് തന്നെയാണ് എല്ലാത്തിനും ലീനിയർ പ്രോബബിലിറ്റി. ഇനിയിപ്പോൾ നമ്മൾ ഇതാണ്, ദിസ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ. ഇത് ലീനിയർ പ്രോബബിലിറ്റി മോഡലാണെങ്കിലും ലൊജിറ്റ് ആൻഡ് പ്രോബിറ്റ് ആണെങ്കിലും സെയിം കോൺസെപ്റ്റിന്. ഇവിടെ ഡിപ്പെൻഡ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസീവ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണ്. അവിടെ പിന്നെ ആവറേജ് വാല്യൂ അല്ല മെഷർ ചെയ്യുന്നത്. ഹിയർ വി ആർ പ്രെഡിക്റ്റിംഗ് ദ പ്രോബബിലിറ്റി ആണ്, സാധ്യത, ജോലി ചെയ്യാനുള്ള സാധ്യത. ഏതിനാണോ 1 കൊടുത്തത് അതിനുള്ള സാധ്യത, അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. ഇവിടെ പ്രഡിക്ഷൻ ആണ്. ബട്ട് വി ആർ പ്രെഡിക്റ്റിംഗ് ദ പ്രോബബിലിറ്റി. ലീനിയർ റിഗ്രഷൻ മോഡൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ആവറേജ് വാല്യൂ. ഇവിടെ വി ആർ പ്രെഡിക്റ്റിംഗ് ദി പ്രോബബിലിറ്റി ഓഫ് ബീയിങ് സെൽഫ് എംപ്ലോയിഡ്, അല്ലെങ്കിൽ എംപ്ലോയിഡ്, അല്ലെങ്കിൽ പ്രസൻസ്. അതാണ് ബേസ്ഡ് ഓൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇതാണ് ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതാണ് ഇപ്പോൾ ലീനിയർ പ്രോബബിലിറ്റി മോഡൽ ചോദിക്കുകയാണ്, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ഇതിൽ എന്താണ് ലീനിയർ പ്രോബബിലിറ്റി മോഡലും ലൊജിറ്റ് പ്രോബിറ്റ് മോഡലും തമ്മിലുള്ള ഡിഫറൻസ്. ലീനിയർ പ്രോബബിലിറ്റി മോഡലും ലൊജിറ്റ് പ്രോബിറ്റ് മോഡലും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ലീനിയർ പ്രോബബിലിറ്റി മോഡലിൽ നമ്മൾ ലീനിയർ പ്രോബബിലിറ്റി മോഡൽ ഈസ് എസ്റ്റിമേറ്റിംഗ് based on OLS method. Linear probability model is estimating the function based on OLS method. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, OLS പ്രൊസീജിയർ പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ലീനിയർ പ്രോബബിലിറ്റി മോഡൽ പിന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ മോഡലിന് ദർ ആർ മെനി എക്കണോമെട്രീഷ്യൻസ് ക്രിട്ടിസൈസ്ഡ് application of OLS method for solving അല്ലെങ്കിൽ for finding the values of beta cap 1 and beta cap 2 for the probability models. ഡിപ്പെൻഡ് വേരിയബിൾ പ്രോബബിലിറ്റി ആകുമ്പോൾ OLS മെത്തേഡ് ഒരു എന്താണ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് അല്ല എന്ന് പല എക്കണോമെട്രീഷ്യനും എന്ത് ചെയ്തു, അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൾട്ടർനേറ്റീവ്ലി ദേ സജസ്റ്റഡ് 2 ഇമ്പോർട്ടൻറ്റ് അതർ മോഡൽ, ദാറ്റ് ഈസ് കാൾഡ് ലൊജിറ്റ് മോഡൽ അതുപോലെ തന്നെ പ്രൊബിറ്റ് മോഡൽ. ഓക്കെ, അപ്പോൾ ബോത്ത് ലൊജിറ്റ് ആൻഡ് മൊഡിറ്റ് മോഡൽ പ്രൊബിറ്റ് മോഡലിൽ നമ്മൾ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് xi എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് കേട്ടോ. എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് y ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ xi പ്ലസ് ui തന്നെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്താണ് ഡിപ്പെൻഡ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എംപ്ലോയിഡ്, അല്ലെങ്കിൽ 1 ഈസ് ഈക്വൽ ടു എംപ്ലോയിഡ്, 0 ഈസ് ഈക്വൽ ടു അൺഎംപ്ലോയിഡ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഇവിടെ നമ്മൾ വി ആർ ആൾസോ മെഷറിങ് ദി പ്രോബബിലിറ്റി. വി ആർ പ്രെഡിക്റ്റിംഗ് ദി പ്രോബബിലിറ്റി ഓഫ് ബീയിങ് എംപ്ലോയിഡ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസിൽ എന്ത് സംഭവിക്കുന്നു തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പ്രൊബിറ്റ് മോഡലിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് എന്താണ് y ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ xi പ്ലസ് ui തന്നെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഡിപ്പെൻഡ് വേരിയബിൾ എന്താണ് ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആസ് യൂഷ്വൽ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ്. അപ്പം ബീറ്റ എന്ന് പറയുന്നത് xiൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം y-ക്ക് ഉണ്ട്. ആൽഫ എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ്, വെൻ ഓൾ അതർ വേരിയബിൾസ് ഇമ്പാക്റ്റ് ആർ 0, ഇത് ആവറേജ് പ്രെഡിക്റ്റഡ് പ്രോബബിലിറ്റി വിൽ ബി ദി ആൽഫ, അതാണ് പറയുന്നത്. അപ്പോൾ ആ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ഇപ്പോൾ ഇവിടെ ഈ ബോത്ത് ലൊജിറ്റ് അതുപോലെ തന്നെ പ്രൊബിറ്റ് മോഡൽ ആക്ച്വലി ഇതാ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ ഞാൻ എ എന്ന് കൊടുത്തു. ഇക്വേഷൻ എ ഈസ് എസ്റ്റിമേറ്റഡ് ബേസ്ഡ് ഓൺ എന്താണ് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ്.
ഇത്രയും ഡിഫറൻസ് ഇതിലുള്ള. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോത്ത് ലോജിസ്റ്റിക് ആൻഡ് പ്രോബിറ്റ് മോഡൽ we are estimating the logic model and probit model based on maximum likelihood estimation. അപ്പോൾ പ്രോബിലിറ്റി മോഡൽ നമ്മൾ എന്താണ് ആ ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, OLS മെത്തേഡിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതാണ് ക്വാളിറ്റേറ്റീവ് റെസ്പോൺസീവ് റിഗ്രഷൻ മോഡൽസ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ നിങ്ങളതിൽ നോട്ട് ചെയ്യണം. അതിൽ ഒന്ന് നോട്ട് ചെയ്യണേ. ഇതിലെന്താ വെച്ചാൽ ഇപ്പോൾ ഈ പ്രോബബിലിറ്റി മോഡൽ, ലീനിയർ പ്രോബബിലിറ്റി മോഡൽ പറഞ്ഞില്ലേ, ഈ ലീനിയർ പ്രോബബിലിറ്റി മോഡൽ ഇനി ലൊജിറ്റോ പ്രൊബിറ്റോ എന്ന് തീരുമാനിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, പിന്നെ ഒരു CPM ഫംഗ്ഷൻ ഉണ്ട്, ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. പ്രൊബിറ്റിലും ടൊബിറ്റിലും ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഇക്വേഷൻ ഇപ്പോൾ നമുക്കറിയാം y is equal to alpha plus beta xi plus ui. അത് എസ്റ്റിമേറ്റ്, അത് OLS വെച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലീനിയർ പ്രോബബിലിറ്റി മോഡൽ. ഇനി മറ്റ് ലൊജിറ്റും പ്രൊബിറ്റും ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം അത് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഡിഫറെൻ്റ്. ലൊജിറ്റും പ്രൊബിറ്റും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നത്, ദ ഫങ്ഷൻസ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ഫങ്ഷൻസ് ആർ ഡിഫറെൻറ്റ് ഫോർ ലോജിറ്റ് ആൻഡ് പ്രൊബിറ്റ് മോഡൽ. അതൊരു എസ്റ്റിമേഷൻ ഫംഗ്ഷനാണ്, ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ, CPF ഫംഗ്ഷൻ എന്ന് പറയും. അതാണ് ലൊജിറ്റും പ്രൊബിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ക്യുമുലേറ്റീവ് ഫങ്ഷൻസ്, പിന്നെ പ്രൊബിറ്റ് മോഡൽ ഉപയോഗിക്കുന്ന ക്യുമുലേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് നോർമൽ പ്രോബബിലിറ്റി ഫംഗ്ഷനാണ്. ഇഫ് എ റിസർച്ചർ റണ്ണിങ് എ പ്രൊബിറ്റ് മോഡൽ, then he will use the estimation function, അതിൻ്റെ പേരാണ് ദാറ്റ് ഈസ് ക്യുമുലേറ്റീവ് നോർമൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ എഴുതാൻ സ്ഥലമല്ല ഇനി. അപ്പം ക്യുമുലേറ്റീവ് നോർമൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഡിപ്പെൻഡ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിഗ്രഷൻ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യുമുലേറ്റീവ് നോർമൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ then his estimation leads to probit model. Okay, then its estimation leads to probit. അപ്പോൾ probit model എന്ന് പറയുന്നത് is a qualitative regression model in which എന്താണ്, in which the estimation of the function is followed by applying ക്യുമുലേറ്റീവ് നോർമൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. അത് ഉപയോഗിച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്തായി, അത് പ്രൊബിറ്റ് മോഡലായി. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ആൻ എസ്റ്റിമേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ക്യുമുലേറ്റീവ് ലോജിക് പ്രോബബിലിറ്റി ഫംഗ്ഷൻ, then the model becomes ലോജിക് മോഡൽ. അപ്പോൾ ലോജിക് മോഡലാണെങ്കിൽ എന്തായിരിക്കണം, ആ ഇക്വേഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കണം, ക്യുമുലേറ്റീവ് ലോജിക് പ്രോബബിലിറ്റി മോഡലും. അതുപോലെ തന്നെ ആ മോഡൽ പ്രൊബിറ്റ് മോഡലാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം, ക്യുമുലേറ്റീവ് നോർമൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ ഏത് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ പ്രോബബിലിറ്റി മോഡൽ ലോജിക് മോഡലാണോ പ്രൊബിറ്റ് മോഡലാണോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് കേസ് ഞാൻ പറഞ്ഞു. ഇനി LPM ലീനിയർ പ്രോബബിലിറ്റി മോഡലാണെങ്കിൽ OLS വെച്ചിട്ടാണെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ LPM മോഡൽ എന്ന് പറയും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ലോജിക് ആൻഡ് പ്രൊബിറ്റ് മോഡൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് ഡിപ്പെൻഡ് വേരിയബിൾ ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മോഡൽസാണ് ലോജിക് ആൻഡ് പ്രൊബിറ്റ് എന്ന് പറയാം. അപ്പോൾ ലോജിറ്റും പ്രൊബിറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. വൈസ് അപ്പോൾ ഡിപ്പെൻഡ് വേരിയബിൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എഴുതുക. എംപ്ലോയ്മെൻറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ആ ഇക്വേഷൻ എഴുതാം. എന്നിട്ട് അപ്പോൾ എന്താണ് അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ആൽഫ എന്താ ബീറ്റ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് പറയാം ഇത് നോൺ ലീനിയർ പ്രോബബിലിറ്റി മോഡലിൽ നമുക്കറിയാം പിന്നെ നമ്മൾ ആ ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് OLS മെത്തേഡ് വെച്ചിട്ടാണ്. പക്ഷേ അത് ഒരുപാട് എക്കണോമെട്രീഷ്യൻ അത് ക്രിറ്റിസൈസ് ചെയ്തു. അത് പരമായിട്ട് അതിൻ്റെ ആസ് എ റിസൾട്ട് ഒരു പുതിയ രണ്ട് മോഡൽസ് ഡെവലപ്പ് ചെയ്തു.
അതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ലോജിറ്റ് ആൻഡ് പ്രോബിറ്റ് ആണ്. അപ്പം അവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് മാക്സിമം ലൈക്കിൽ ബോത്ത് ലോജിറ്റ് ആൻഡ് പ്രോബിറ്റ് മോഡൽസ് ആർ എസ്റ്റിമേറ്റഡ് ബേസ്ഡ് ഓൺ മാക്സിമം ലൈക്ക് ഓലേഴ്സിന് പകരം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മാക്സിമം ലൈക്ക്ലിഹുഡ് മെത്തേഡ്. മാക്സിമം ലൈക്ക്ലിഹുഡ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മോഡലുകളുള്ളത്, ഒന്ന് ലോജിറ്റ് ആൻഡ് പ്രോബിറ്റ്. പക്ഷേ ലോജിറ്റും പ്രോബിറ്റും തമ്മിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന CPM ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി ഫംഗ്ഷൻ അടിസ്ഥാനത്തിൽ ഇഫ് നമ്മളെന്താണ് പിന്നെ ക്യുമുലേറ്റീവ് നോർമൽ പ്രോബിലിറ്റി ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ പ്രോബിറ്റ് മോഡലാവും. നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ ക്യുമുലേറ്റീവ് ലോജിസ്റ്റിക് പ്രോബിലിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ എന്തായിരിക്കും, ലോജിറ്റ് മോഡലും. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.